എല്ലാവർക്കും നമസ്കാരം. ശ്രുതിസ് ഫാഷനിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഈ എംബ്രോയ്ഡറി മെഷീനെ കുറിച്ചാണ്. ചിലവർക്ക് അവരുള്ള സ്ഥലത്ത് ഈ മെഷീൻ കിട്ടുന്നില്ല എന്ന് കമൻറ്റ് ഇട്ട് അറിയിച്ചിരുന്നു. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഈ റാൽസൺ മെഷീൻ അല്ലാതെ വേറെയും ചില മെഷീനുകളുണ്ട്, എംബ്രോയ്ഡറി ചെയ്യാൻ പറ്റുന്ന മെഷീനുകളുണ്ട്. അത് കിട്ടാത്തവർക്ക് ആ മെഷീൻ വാങ്ങിയിട്ടും എംബ്രോയ്ഡറി ചെയ്യാൻ പറ്റും. അതിൽ ഒരു മെഷീനാണ് റാന്യൂൻ്റെ മെഷീൻ. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. റാന്യൂ മെഷീന്, റാൽസൺ അല്ലെങ്കിൽ റാന്യൂ മെഷീൻ അത് ചെയ്യാൻ പറ്റുമെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. ആ മെഷീൻ വാങ്ങിക്കഴിഞ്ഞാലും ഇതുപോലെ തന്നെ എംബ്രോയ്ഡറി വർക്ക് ചെയ്യാൻ പറ്റും. അത് ഈ റാൽസൺ മെഷീനെ പോലെ തന്നെയാണ് ആ മെഷീനും. ഇതാണ് റാന്യൂൻ്റെ മെഷീന്. റാൽസൺ മെഷീനെ പോലെ തന്നെയാണ് ഈ മെഷീനും. എല്ലാ ഓപ്ഷനുകളും അതിലുള്ള പോലത്തെ തന്നെ ഇതിലും ഉണ്ടാവും. പിന്നെ പ്രൈസും ഏകദേശം ഒരുപോലെ തന്നെയാണ്. കമ്പനി മാത്രം വേറെ ഒന്നുള്ളൂ. ഇങ്ങനെയാണ് ഇതിൻ്റെ മോട്ടർ വരുന്നത്. ഇപ്പോൾ റാൽസൺ മെഷീൻ പുതിയതായിട്ട് ഇറങ്ങുന്ന മെഷീനുകളിലൊക്കെ മോട്ടർ ഇതുപോലെയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇപ്പോൾ വരുന്ന മോട്ടറുകളിലൊക്കെ സ്പീഡ് സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ഇതുപോലത്തെ മോട്ടറാണ് ഇപ്പോൾ വരുന്നത്. ഇത് തുടക്കക്കാർക്ക് പഠിച്ച് തുടങ്ങുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. സ്പീഡ് സെറ്റ് ചെയ്തിട്ട് ചെയ്യാന്ന് പറയുന്നത്. ഞാനൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാലം കൊണ്ട് തന്നെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും വേണമായിരുന്നു. അങ്ങനെ ചെയ്ത് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതാണ് റാന്യൂൻ്റെ മെഷീൻ. ഇനി അടുത്ത മെഷീനുകൾ കാണാം. ഇതാണ് അടുത്ത മെഷീൻ. വേറെ വേറെ കമ്പനിയിൽ വരും. ഇത് സിഗ്സാഗ് മെഷീനാണ്. സിഗ്സാഗ് മെഷീൻ എന്ന് പറയും. ഉഷ, മെരിറ്റ്, ഡർബി, നിങ്ങൾക്ക് ഏത് കമ്പനിയിൽ വേണമെങ്കിലും കിട്ടും ഈ മെഷീന്. ഇത് പക്ഷേ കുറച്ച് നമ്മൾ അതിന് മാറ്റം വരുത്താനുണ്ട്. ഈ മെഷീനിൽ 0 to 5 നമ്പേഴ്സ് സെയിം അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ടാകും. പക്ഷേ താഴെ നമ്മൾ കാലം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്ന ആ ഓപ്ഷൻ ഇതിനകത്ത് ഉണ്ടാവില്ല. അത് മാത്രം നമ്മൾ പറഞ്ഞ് ചെയ്യിക്കണം. ആ പാട്ട് നമ്മൾ ഇടിച്ച് കഴിഞ്ഞാൽ ഈ മെഷീനകത്ത് നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാൻ പറ്റും. ഇത് കുറച്ച് പ്രൈസും കുറവായിരിക്കും. ഒരു 12,000-13,000 നമുക്ക് ഈ മെഷീന് കിട്ടും. ഇതുപോലത്തെ താഴെ ഉണ്ടാകുമല്ലോ, ഈ 0 to 5 നമ്പർ ഉണ്ടാകും. പക്ഷേ ഈ താഴെയുള്ള നമ്മൾ കാലം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്ന സാധനം മാത്രം അതിനകത്ത് ഉണ്ടാവില്ല. അത് നമ്മൾ സെപ്പറേറ്റ് പറഞ്ഞ് ഇടിയിച്ചാൽ മതി. അതിന് വലിയ വിലയൊന്നുമില്ല. ഒരു 350-400 ഉള്ളിൽ കിട്ടുമെന്ന് തോന്നുന്നു. അതൊന്ന് ഇടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ മെഷീനകത്ത് എംബ്രോയ്ഡറി ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ പ്രഷർ ഫൂട്ടും പല്ലും ഞാൻ റാൽസൺ മെഷീൻ്റെ കാണിച്ചിരുന്നല്ലോ, അതുപോലെ തന്നെ മാറ്റിയിട്ട് ചെറിയ ഒരു 2 ഹോളുള്ള ഒരു പ്ലേറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എംബ്രോയ്ഡറി ആ മെഷീനിൽ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ കുറച്ച് മാറ്റം ഉണ്ടാകും. റാൽസൺ മെഷീനിൽ ചെയ്യുന്നതിനും ഈ സിഗ്സാഗ് മെഷീനിൽ ചെയ്യുന്നതിനും സ്റ്റിച്ചിന് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാകും. എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റിച്ചിൻ്റെ വീതി കുറച്ച് കുറവായിരിക്കും. നമുക്ക് റാൽസൺ മെഷീനിൽ ചെയ്യുമ്പോൾ ഫയൽ വെച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന അത്ര വീതി സിഗ്സാഗ് മെഷീനിൽ വെച്ച് ചെയ്യുമ്പോൾ കിട്ടില്ല. റാൽസൺ മെഷീനിൽ നമ്മൾ 4 നമ്പറിൽ വെച്ച് ചെയ്യുന്ന അത്ര വീതിയെ സിഗ്സാഗ് മെഷീനിൽ 5 നമ്പറിൽ വെച്ച് ചെയ്യുമ്പോൾ കിട്ടുകയുള്ളൂ. പിന്നെ റാൽസൻ്റെയും റാന്യൂ മെഷീനിലും ചെയ്യുന്ന സ്റ്റിച്ചുകൾ കുറച്ച് നമുക്കിങ്ങനെ തുണിയിലേക്ക് നല്ല പതിഞ്ഞിരിക്കുന്ന സ്റ്റിച്ചായിരിക്കും. സിഗ്സാഗ് മെഷീനിലത്തെ സ്റ്റിച്ച് ഒരു ലേശം അങ്ങനെ കുറച്ച് അങ്ങനെ വണ്ണത്തിലായിരിക്കും സ്റ്റിച്ച്. ഞാൻ പറയുന്നത് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. അത്രമാത്രമേ വ്യത്യാസമുള്ളൂ ആ മെഷീനും ആ 2 മെഷീനുകൾക്കും. ഈ സിഗ്സാഗ് മെഷീനിൽ ഒരുപാട് പേര് എംബ്രോയ്ഡറി ചെയ്യുന്നുണ്ട്. അത് ആ റാൽസൺ മെഷീൻ കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അത് പറയുന്നത്. പിന്നെ ഇത് 2 മെഷീൻ വെച്ച് നല്ലത് ഏതാണെന്ന് പറഞ്ഞാൽ ഈ റാൽസൺ റാന്യൂ മെഷീൻ തന്നെയാണ്. അത് കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനും പറഞ്ഞത്. പിന്നെ എന്നോട് ഒരാൾ ചോദിച്ചിരുന്നു, നിങ്ങൾ മേടിച്ച ഷോപ്പിൽ നമ്പർ തരാമോ, മംഗലാപുരത്തെ നിങ്ങൾ മേടിച്ച ഷോപ്പിൽ നമ്പർ തരാമോ എന്ന് ചോദിച്ചിരുന്നു. പക്ഷേ ഞാൻ വാങ്ങിയത് വീടിനടുത്തുള്ള ഒരു ചെറിയൊരു കടയിൽ നിന്നാണ്. ആ കടയിൽ ആ മെഷീൻ ഇല്ലായിരുന്നു. അവരെനിക്ക് വേറെ സ്ഥലത്തു നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരുത്തി തന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പിൽ ഈ മെഷീൻ ഇല്ലെങ്കിൽ കൊണ്ടുവരുത്തി തരാൻ പറഞ്ഞ് അവർ കൊണ്ടുവരുത്തി തരും. പിന്നെ നമ്മുടെ വീടിന് അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിയതാണ് ഏറ്റവും നല്ലത്. എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും മെഷീൻ പ്രോബ്ലമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കൊണ്ടുപോയി സർവീസ് ചെയ്തിട്ട് കൊണ്ടുവരാൻ പറ്റും. ദൂരെ നിന്നൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിനൊന്നും പറ്റില്ല.
ഈ എംബ്രോയ്ഡറി മെഷീൻ ആദ്യം നമ്മൾ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നമ്മൾ അറിയാതെ സ്പീഡ് ഒരിക്കൽ തന്നെ സ്പീഡ് ചവിട്ടുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് മെഷീൻ പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ഷട്ടിലൊക്കെ തിരിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിച്ച് കറക്റ്റ് വീഴില്ല. അപ്പോൾ ഒക്കെ നമ്മുടെ അടുത്തുള്ള കടയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റും. അങ്ങനെ ദൂരെ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല. ഇത്രയാണ് മെഷീനെ കുറിച്ചുള്ള കാര്യങ്ങൾ. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു.